കോന്നിയിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ബി.ജെ.പിക്കുള്ളിൽ അതൃപ്തി. മണ്ഡലത്തിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി ജനകീയനല്ല എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. കോന്നി സീറ്റ് ബി.ഡി.ജെ.എസിന് കൊടുത്തതിലും അതൃപ്തിയുണ്ട്. ഷിജോ കുര്യൻ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. ഷിജോ, ഈ രീതിയിൽ എൻ.ഡി.എ നേരത്തെ തന്നെ ഈ ബി.ജെ.പി അവരുടെ സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിച്ച് ഈ പ്രചാരണത്തിലേക്ക് നേരത്തെ കടന്നെങ്കിലും ഈ ഘടകകക്ഷികളുടെ എതിർപ്പ് അതിപ്പോഴും ഉണ്ട് എന്നതിന് ഉദാഹരണമാണ് ഇവിടുത്തെ കോന്നിയിലെ ഈ വാർത്ത, പുതിയ വാർത്ത. എന്താണ് അത്, ഏത് രീതിയിലാണ് എൻ.ഡി.എ അവിടെ ബാധിക്കുന്നത്? പ്രജിൻ, അനുജ, പത്തനംതിട്ട ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളിലും ബി.ജെ.പിക്കുള്ളിൽ വലിയ തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ, അതൃപ്തി പല കാര്യങ്ങളിലുമൊക്കെയുണ്ട്. അത് ഏറ്റവും കുറച്ച് കൂടുതൽ കോന്നിയിലാണെന്ന് മാത്രമാണുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ബി.ജെ.പിയെ സംബന്ധിച്ചുകൊണ്ട് അവരുടെ ഒരു സ്റ്റാർ ക്ലാസ് മണ്ഡലമായിട്ട് വിലയിരുത്തപ്പെട്ട ഒരു മണ്ഡലം കോന്നി തന്നെയാണ്. 2016 ഏതാണ്ട് 12% വോട്ട് ഷെയർ കോന്നിയിൽ നിന്ന് ബി.ജെ.പിക്ക് നേടാൻ കഴിഞ്ഞിരുന്നു. 2016 ഈ പറയുന്ന 12% നിന്ന് 2021 വന്നപ്പോൾ അത് 22% കെ സുരേന്ദ്രൻ ഉയർത്തുകയും ചെയ്തതാണ്. അങ്ങനെ ബി.ജെ.പിയെ സംബന്ധിച്ചുകൊണ്ട് ഒരു സ്റ്റാർ ക്ലാസ് മണ്ഡലത്തെ ഇപ്പോൾ ആർക്കും അറിയാത്ത ഒരു സ്ഥാനാർത്ഥി അവിടെ കൊണ്ട് നിർത്തുന്നു. ബി.ഡി.ജെ.എസിന് സീറ്റ് കൊടുത്തിരിക്കുന്നു. അതാണ് ഇപ്പോൾ കോന്നിയിൽ ബി.ജെ.പിക്കുള്ളിൽ വലിയ തരത്തിലുള്ള അതൃപ്തി പുകയാൻ കാരണമാക്കിയിട്ടുള്ളത്. അവിടെ ബി.ഡി.ജെ.എസിന് സീറ്റ് കൊടുത്തോടുകൂടി അവിടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ടി.പി. സുന്ദരേശൻ എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു ജനകീയനായിട്ടുള്ള മുഖമുള്ള ഒരാളല്ല, ജനകീയത ഇല്ലാത്ത ഒരാളാണ്. അദ്ദേഹത്തെ അങ്ങനെ ആർക്കും അറിയില്ല എന്നുള്ളതാണ് ബി.ജെ.പിയിലെ ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത്. RSS ക്യാമ്പിനും വലിയ തരത്തിലുള്ള അതൃപ്തിയുണ്ട്. കോന്നിയിൽ ഇത്തരത്തിൽ വലിയ വോട്ട് ഷെയർ കിട്ടി ഒരു നിർണായക ശക്തിയാകാൻ കഴിയുമായിരുന്നൊരു മണ്ഡലത്തെ എന്തിന് ബി.ഡി.ജെ.എസിനെ കൊണ്ട് പണയം വെച്ച് കൊടുത്തു എന്നുള്ള ചോദ്യങ്ങൾ കൂടി ഒരു വിഭാഗം നേതാക്കൾ, ബി.ജെ.പിയിലെ നേതാക്കൾ ചോദിക്കുന്നുണ്ട്. അത് മാത്രവുമല്ല, ഈ പറയുന്നത് പോലെ ആറന്മുളയിൽ വലിയ താല്പര്യം കുമ്മനം രാജശേഖരന് മത്സരിക്കാൻ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ നിർബന്ധിപ്പിച്ചുകൊണ്ട് ആറന്മുളയിലേക്ക് കൊണ്ടുവന്നതാണ് എന്നുള്ള ഒരു വിമർശനം അല്ലെങ്കിൽ അത്തരമുള്ള കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് നിലനിൽക്കുന്നതിനിടയിലേക്കാണ് ഇപ്പോൾ കോന്നിയിൽ കൂടി ബി.ജെ.പിക്കുള്ളിൽ, എൻ.ഡി.എക്കുള്ളിൽ ഒരു അതൃപ്തി പുകയുന്നത്. എൻ.ഡി.എ മുന്നണിക്കുള്ളിൽ ഈ പറയുന്ന ആറന്മുളയിൽ കുമ്മനം രാജശേഖരൻ താല്പര്യമില്ലാതെ മത്സരിക്കാൻ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിഭാഗം രംഗത്ത് വരുന്നു. കോന്നിയിലാകട്ടെ ജനകീയ മുഖമുള്ള ആളല്ല സ്ഥാനാർത്ഥി എന്ന് പറയുന്ന ബി.ജെ.പി നേതാക്കൾ ഒരു വിഭാഗം പറയുന്നു. റാന്നിയിലും സമാനമായിട്ടുള്ള ആരോപണമുണ്ട്. അവിടെ വരുന്ന ആരോപണം എന്ന് പറയുന്നത് 2020 സീറ്റ് കൊടുത്തോടുകൂടി അവിടെയും സുപരിചിതനല്ലാത്ത തോമസ് സാമുവൽ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ എൻ.ഡി.എ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു. അങ്ങനെ വലിയ തരത്തിലുള്ള അതൃപ്തി ജില്ലയിൽ ഉടനീളമുണ്ട്. തിരുവല്ലയിലാണ് വലിയ കുഴപ്പമില്ലാതെ, അവിടെ തിരുവല്ലയിൽ അനൂപ് ആന്റണി പ്രചരണമൊക്കെ തുടങ്ങി ഊർജ്ജനായിട്ട് പോകുന്നുണ്ട്. പക്ഷേ കോന്നിയിൽ വരും ദിവസങ്ങളിലും വലിയ തരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ, കൂടുതൽ അതൃപ്തിയൊക്കെ പുറത്തുവരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2016 21 ഒക്കെ വലിയ തരത്തിൽ വോട്ട് ഷെയർ വാങ്ങിയ ഒരു മണ്ഡലമാണ് ബി.ജെ.പി. അത് ഇത്തവണ നിലനിർത്താൻ കഴിയില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ വോട്ട് ഷെയറിലേക്ക് കിട്ടില്ല എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആശങ്കകളൊക്കെയാണ് ബി.ജെ.പി ക്യാമ്പിലുള്ളത്. അത് ബി.ഡി.ജെ.എസിന് സീറ്റ് കൊടുത്തോടുകൂടിയാണ് അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ മറന്നേക്കി ഇപ്പോൾ പുറത്തു വരുന്നത്. അനുജ, പ്രജിൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.